നമസ്കാരം. വാസ്തുസ്ക്വയർ.com ഏവർക്കും സ്വാഗതം. വാസ്തുസ്ക്വയർ.com എന്ന ചാനൽ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ ആഴ്ചയിൽ 1-2 വീഡിയോസൊക്കെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. ദയവായി കാണുക, ഷെയർ ചെയ്യുക. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ന്യൂമറോളജിയിലെ നമ്പർ 4 കുറിച്ചാണ്. 4, 13, 22, 31 വിചിത്രമായ നമ്പേഴ്സാണ് ന്യൂമറോളജി. നല്ലതും മോശമായതുമായി ചെയ്യുന്ന ഒരു നമ്പറാണ് 4. 4 എന്ന് പറയുന്നത് രാഹുവിൻ്റെ നമ്പറാണ്. ഈ 4 എന്ന് പറയുന്നത് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ 4 രീതിയിൽ ചിന്തിക്കും, 4 രീതിയിൽ ആലോചിക്കുമെന്ന് പറയാം. 4 ഐഡിയാസ് ഉണ്ടാകും, ഒന്നും പെർമനൻ്റ് ആയിരിക്കില്ല. ഏതെങ്കിലും കാര്യം വന്നാൽ 4 പേരുടെ ചോദിക്കും, അതൊന്നും വിശ്വസിക്കുകയില്ല. 4 പേരുടെ കൂട്ടായ്മ വരും, എല്ലാം പൊട്ടി തകരാറിലാകും. അങ്ങനെ പല സ്വഭാവങ്ങളുള്ള, വിചിത്രമായ സ്വഭാവങ്ങളുള്ള ഒരു നമ്പറാണ് 4. ഇത് ഞാൻ പറഞ്ഞ 4, 13, 22, 31 ഈ തീയതികൾ ജനിച്ചവർക്ക് ഇതൊക്കെ ഉണ്ടാകും. അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുവാൻ സാധിക്കില്ല. പക്ഷേ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തല്ലേ പറ്റുള്ളൂ. ആ എടുക്കുന്നതും അബദ്ധത്തിൽ വന്ന് വീഴാമെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടവരാണ് ഈ 4, 13, 22, 31 ജനിച്ചവർ. എന്നാൽ നല്ല ബിസിനസ്സുകാരായി വരാവുന്ന നമ്പേഴ്സാണ് 4 എന്ന് പറയുന്നത്. പക്ഷെ അതിലും ബിസിനസ്സിൽ നമുക്ക് പല തീരുമാനങ്ങളും നല്ല സമയത്ത് ആരോടെങ്കിലും ചോദിച്ചു വേണം ചെയ്യാൻ. ഞാനിത് പറയാൻ വന്നത് കാരണം നമ്മുടെ ജൂൺ 4 തീയതിയാണ് പുതിയ ലോക്സഭ സത്യപ്രതിജ്ഞ ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 4 എങ്ങനെ ഇരിക്കും, 4 തീയതി ചെയ്ത ഈ സത്യപ്രതിജ്ഞ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പല കാര്യങ്ങളും തീരുമാനിച്ച് വളരെയധികം ആലോചിച്ച് ഉടൻ തന്നെ തീരുമാനമെടുക്കാതെ ഒരു ഐക്യത്തോടു കൂടി കൊണ്ടുപോകുന്നതായിരിക്കും നമുക്ക് നല്ലത് നമ്മുടെ ഭാവിക്ക്. നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ ആരെക്കുറിച്ച് ഞാൻ വിമർശിക്കുന്നില്ല. എല്ലാവരും അതിനകത്തുള്ള മെമ്പേഴ്സ് എല്ലാം ഈ തീയതികൾ ജനിച്ചവരായിരിക്കാം. ചിലപ്പോൾ അവരായിരിക്കും ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉടൻ ഒരു തീരുമാനം എടുക്കരുത്. ഒരു 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ആ തീരുമാനം പറയേണ്ടത്. അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ തീരുമാനം വളരെ നന്നായിരിക്കും, യോജിച്ചതായിരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്.